അമ്മേ പറഞ്ഞോ. എന്താ ചിന്നു? ചിന്നു എന്തോടി കുടിക്കുന്നത്? ഇത് തൈര്. തൈര്. നീ ഇതെന്തോ ഇപ്പം ആക്ച്വലി? അല്ല, ഞാൻ ഒരുപാടത്ത് വായിച്ചിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്, തൈര് കുടിച്ചാൽ നന്നായിട്ട് വെളുക്കും. വെളുക്കും അമ്മേ? കുടിച്ചാൽ ഒരുപാട് വെളുക്കണമെന്നൊന്നുമില്ല ചിന്നു. വയറൊക്കെ നല്ലതാവത്തേ ഉള്ളൂ ഒരുവിധം. പക്ഷെ ഫെയർനെസ് കിട്ടുന്നതിന് വേണ്ടി പുറമേ അപ്ലൈ ചെയ്യാം. നമ്മൾ ശരിക്കുമേ ഈ പിന്നെ ഏറ്റവും നല്ല പീലെന്ന് പറയുന്നത് സ്കിൻ പീലിങ്ങിനും, അതായത് മോയ്സ്ചർ കണ്ടന്റ് കൂടുതലുള്ള പീൽ ഏതാണെന്നറിയാമോ? ലാക്റ്റിക് ആസിഡ് പീലാണ്. ഈ ലാക്റ്റിക് ആസിഡ് പീൽ എന്ന് പറയുന്നത് എതിൽ നിന്നാണ് വരുന്നത്? തൈര്. തൈര്. അപ്പോൾ ഈ തൈര് ഫേസിലിടുമ്പോൾ നമുക്ക് എന്താ ചെറിയ എക്സ്ഫോളിയേഷനും ചെറുതായിട്ട് കിട്ടും. പക്ഷേ ഫെയർനെസ് കൂടിക്കൊണ്ടേയിരിക്കും. സ്കിന്നിൽ മോയ്സ്ചർ കണ്ടന്റ് കൂടുതലിരിക്കും. ഭയങ്കര സുന്ദരി ആയിക്കൊണ്ടിരിക്കും, അല്ലെ സുന്ദരനായിക്കൊണ്ടിരിക്കും. അപ്പൊ ഇത് കുടിച്ചാലും കുഴപ്പമില്ലല്ലോ അല്ലേ? ഒരിക്കലും കുഴപ്പമില്ല. പക്ഷെ ഇച്ചിരി ഇങ്ങനെ മുഖത്തിടുമ്പോൾ ഒരു കാര്യമുണ്ട്, തൈര് കുറച്ച് നല്ല പുളിച്ചതായിരിക്കണം. ഓ, എന്നാൽ മാത്രമേ അതിനൊരു എഫക്റ്റ് ഉള്ളൂ. തൈരിന്റെ കൂടെ എന്തെങ്കിലും നമ്മൾ ആഡ് ചെയ്യണോ? മഞ്ഞൾ? അല്ലല്ല, ശരിക്കും ഞാൻ ഒരു കാര്യം പറയാം. നമുക്ക് തൈരിന്റെ കൂടെ തൈര് മാത്രം, ഇപ്പൊ നമ്മൾ ഭയങ്കര വെയിലത്തുനിന്ന് വന്നു കഴിഞ്ഞാൽ വെറും തൈര് മാത്രം, നല്ല പുളിച്ച തൈര് അങ്ങോട്ട് ഇട്ട് ഒരു 5 മിനിറ്റ്സ് ഇട്ടിട്ട് കളഞ്ഞാലും ഭയങ്കര റിസൾട്ടാണ്. കാര്യം ആ എക്സ്ഫോളിയേഷൻ നടക്കും, ആ കരിവാളിപ്പെല്ലാം. അപ്പൊ ഇനിയിപ്പോ ഇത് ഞാൻ മുഖത്തിലിടാം അല്ലേ? അല്ല വേണ്ട, ഇത് വേണേ കൂടി ചെയ്യും. ഇനിയിപ്പോ അതിന് എന്തെങ്കിലുമൊക്കെ മധുരമൊക്കെ ഇട്ട് കാണുമെന്ന് എനിക്ക്. അപ്പൊ ആ ഒരു ടിപ്പ് കിട്ടിയല്ലോ.